അവിടെ ആൾക്കാരുണ്ടോ? അവിടെ ഇനിയും ഒരു ഏരിയയില് 10-40 പേര് അവിടെ കിടപ്പുണ്ട്. അവരെ ഇപ്പം മാക്സിമം അതിനകത്ത് ഹാൻഡിക്രാഫ്റ്റ് ആൾക്കാരുണ്ട്. അവരെ കൂടെ എടുക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ ബാക്കി പ്രായമുള്ളവർ വേറെ ആൾക്കാരുണ്ട്. എല്ലാവരും നോക്കുക. അപ്പം ഇതാണ് സൈഫുദ്ദീൻ പറയുന്നത്. നിരവധി ആളുകൾ ഇനിയും അവിടെ കിടപ്പുണ്ട്. അതായത് രോഗികളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് ഇനിയും കിടപ്പുണ്ട്. 40ഓളം ആളുകൾ ഇനിയും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മത്സ്യബന്ധന തൊഴിലാളികളാണ്. അവർ ഈ ബോട്ടുമായിട്ട് രക്ഷപ്പെടുത്താനുള്ള യാത്രയിൽ വീണ്ടും പോകണം. ഒരു ട്രിപ്പ് ഇപ്പോൾ വന്ന് ഇറക്കി, കുറച്ചുപേരെ ഇറക്കി ക്യാമ്പുകളിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കും മാറ്റുന്നതിനുള്ള നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, വലിയ തോതിൽ റോഡുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പമ്പയാറുമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പ്രദേശത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കോഴഞ്ചേരി ഉള്ളത്. അവിടെയും സമാനമായ രീതിയിൽ തന്നെ റോഡിലും പലയിടങ്ങളിലും വെള്ളം കയറിയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത് ഒന്ന് തോർന്ന സമയത്ത് ആളുകൾ കരുതിയത് ഇനി വെള്ളം ഇറങ്ങിപ്പോകും എന്നാണ് ആളുകൾ കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ രാത്രി വീണ്ടും മഴ പെയ്യുകയും ഇന്ന് രാവിലെ ഡാം തുറന്നു വിടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിയെത്തുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് പകൽ അധികം മഴ പെയ്തിട്ടില്ലെങ്കിൽ കൂടിയും വെള്ളത്തിൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള ഒഴുക്ക് ഈ പ്രദേശങ്ങളിൽ മുഴുവനുണ്ട്. ഈ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. വലിയ തോതിലുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ മുങ്ങിപ്പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് ഹെലികാം വിഷ്വൽസ് നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് കുറച്ച് മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ ആ ഒരു വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആളുകൾ അവിടെ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ ആ വിഷ്വൽസിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. സൈഫുദ്ദീൻ, എന്തായാലും നിരവധി ആളുകളെ ഇനിയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വള്ളം ഇനിയും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതാണ്ട് 40ഓളം ആളുകളെയും ഇനിയും രക്ഷപ്പെടുത്താനുണ്ട് എന്നുള്ളൊരു വിവരമാണ് അവരും പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇനിയും നിരവധി വീടുകൾ ആ പ്രദേശത്തുണ്ട്. ഒരുപാട് പ്രായമായിട്ടുള്ളവർ ഉള്ള നിരവധി ആളുകൾ പോയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ കുറച്ച് പേരോട് നമ്മൾ സംസാരിച്ചിരുന്നു. പ്രായമായിട്ടുള്ള ചില ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ കരുതിയിരുന്നത് ഇന്നലെ തന്നെ വെള്ളം ഇറങ്ങുമെന്നാണ് അവരും കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു വെള്ളം വന്നതോടുകൂടിയാണ് വീടുകളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നതും പിന്നീട് വള്ളത്തിൽ കയറി തിരികെ ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നതും. എന്തായാലും രാവിലെ മുതൽ നമ്മളിവിടെ വന്നപ്പോൾ മുതൽ, നമ്മളുടെ രാവിലെ 7 മണി മുതൽ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ വന്നപ്പോൾ മുതൽ ഈ പ്രദേശത്ത് നിരവധി ആളുകളെ വെളുപ്പിനെ മുതൽ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് നിരവധി ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളെ ബന്ധുവീടുകളിൽ അടക്കം എത്തിക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും രാവിലെ ഒരു വള്ളമായിരുന്നു ഈ പ്രദേശത്ത് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 2-3 വള്ളങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ലോറികളിൽ വള്ളം കയറ്റി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അപ്പുറത്തെ റോഡിൽ കാണാൻ സാധിക്കും. എന്തായാലും നിരവധി ആളുകളെ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈഫുദ്ദീൻ.